കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അനധികൃത യോഗത്തിൽ വിശദീകരണം തേടി VC ഡോക്ടർ സിസ തോമസ് കടുപ്പിക്കുകയാണ് നിലപാട്. സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിനു ശേഷവും അനധികൃത യോഗം തുടർന്നതിനാണ് വിശദീകരണം തേടുന്നത്. KS അനിൽകുമാർ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്തത് അതീവ ഗൗരവമെന്നാണ് സിസ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ രാവിലെ 9 മണിക്കുള്ളിൽ ഇമെയിലായി എത്തിക്കാനും ജോയിന്റ് രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, നടപടി കടുപ്പിക്കുകയാണ് സിസ തോമസ്. എങ്ങനെയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? രാഖി, കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. എന്നാൽ വൈസ് ചാൻസലർ അതിന് എതിർത്തു. കാരണം അജണ്ടയ്ക്ക് പുറത്തുനിന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയും പിന്നീട് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത് ചർച്ച ചെയ്യണമെന്ന് വാശി പിടിച്ചതോടെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. യോഗം അവസാനിപ്പിച്ച് വൈസ് ചാൻസലർ മടങ്ങുകയും ചെയ്തു. എന്നാൽ വൈസ് ചാൻസലർ മടങ്ങിയതിനു ശേഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയും ചെയ്തു. ആ യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാറും പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരിക്കുന്നു എന്നൊരു തീരുമാനം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം 4:30 കൂടി രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും വീണ്ടും ജോയിൻ ചെയ്യുകയും ചെയ്തു. വീണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്തു. ഇതിനെതിരെയാണ് വൈസ് ചാൻസലർ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയത്. വൈകിട്ടോടുകൂടി തന്നെ വൈസ് ചാൻസലർ ഇതിനൊരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനോടാണ് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വൈസ് ചാൻസലറുടെ സാന്നിധ്യമല്ലാതെയാണ് സിൻഡിക്കേറ്റ് യോഗം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇത് നിൽക്കുന്നതല്ല, ഈ യോഗം നിൽക്കുന്നതല്ല എന്നിരിക്കെ രജിസ്ട്രാർ വീണ്ടും സർവകലാശാലയിൽ എത്തുകയും ജോയിൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകണമെന്നാണ് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ വീണ്ടും ഈ ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതായത് സർവകലാശാലയിൽ എത്തുകയും തുടർന്ന് നടന്ന അത് ജോയിൻ ചെയ്യുകയും സംഭവിച്ചു. അതായത് ഈ രജിസ്ട്രാർ വീണ്ടും സർവകലാശാലയിൽ എത്തുകയും ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ രേഖകളെല്ലാം തനിക്ക് ആവശ്യമാണെന്നും ഇന്ന് രാവിലെ 9 മണിക്കകം ഇതിൽ കൃത്യമായി ഇമെയിൽ സഹിതം തനിക്ക് അയക്കണമെന്നൊരു ആവശ്യവും കൂടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ജോയിന്റ് രജിസ്ട്രാറോടാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ അയക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ചട്ടവിരുദ്ധ നടപടിയാകും. അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തിൽ, അതായത് കൂടുതൽ അന്വേഷണമായാലും ശരി, അല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് എത്തുവാനുള്ള നടപടികൾ എടുക്കും എന്നും അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്കുള്ളിൽ വിശദമായ രേഖ ഈ റീജോയിൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ KS അനിൽകുമാർ റീജോയിൻ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ തനിക്ക് ആവശ്യമാണെന്നും വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ സിസ തോമസ് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ രജിസ്ട്രാർ നടപടി, അതായത് ഈ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ച് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ രജിസ്ട്രാർ നടപടി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല, ഇത് ചട്ടവിരുദ്ധമായ സമീപനമാണ്. ഒരു കോടതിയുടെ കൂടി പരിഗണനയിലിരിക്കുന്ന വിഷയമാണിത്. ഈ സാഹചര്യത്തിൽ കോടതിയെ മറികടന്നുകൊണ്ടാണ് രജിസ്ട്രാർ വീണ്ടും ജോയിൻ ചെയ്യാനായി സർവകലാശാലയിൽ എത്തിയത്. ഇത് ചട്ടവിരുദ്ധമായ ഒരു നടപടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ കൃത്യമായ വിവരങ്ങൾ, എന്തൊക്കെ രേഖയാണോ ഈ റീജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടോ, എന്തൊക്കെ ഫയലുകളുണ്ടോ, അത് കൃത്യമായി ഇമെയിലായി തൻ്റെ മുമ്പിൽ എത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പാലിക്കാത്ത പക്ഷം കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും നൽകുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിൽ വീണ്ടും ഒരു വിവാദങ്ങൾ ഉയരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് യോഗങ്ങളടക്കം നടന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഈ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച് നിൽക്കുന്നത്. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നിയമപരമായി നേരിടുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഗവർണറെ അധിക്ഷേപിച്ച നടപടിയിലാണ് രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്നത്. സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടക്കുന്നു. ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെതിരെ ഈ രജിസ്ട്രാർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് അടക്കം നടന്നതിന് ശേഷം ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ മറ്റുള്ളവരുമായി എത്തിക്കൊണ്ട് പരിപാടി
പരിപാടി നടത്താതിരിക്കാനുള്ള സമീപനങ്ങൾ നടത്തി അവസാനിപ്പിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ രജിസ്ട്രാറുടെ ഭാഗത്തുണ്ടായി. ഇത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത്. ആ സസ്പെൻഷൻ നടപടിക്കെതിരെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത് നിയമപരമായി അല്ല എന്നത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ VC അതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വയം ഈ തീരുമാനമെടുക്കുകയായിരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് റീജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ രജിസ്ട്രാറായ KS അനിൽകുമാർ വീണ്ടും സർവകലാശാലയിലെത്തി ജോയിൻ ചെയ്തത്. എന്തായാലും വിഷയത്തിൽ വലിയ രീതിയിലുള്ള അതിനുശേഷമാണ് സിസ തോമസ് താൽക്കാലിക VCയുടെ ചുമതലയുള്ള സിസ തോമസ് ഇതിലൊരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്കകം ഈ വിഷയത്തിലൊരു വിശദീകരണം നൽകണമെന്നാണ് സർവകലാശാലയുടെ ജോയിന്റ് രജിസ്ട്രാറോട് അറിയിച്ചിരിക്കുന്നത്. രാഖി.